ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്ലാസ്റ്റിക് കവറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വലിയൊരു ഈർക്കിളിയാണ്. ഇതെല്ലാം വെച്ച് നമുക്കിന്നൊരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഈർക്കിളി നമുക്ക് സർക്കിൾ ഷേപ്പിലാക്കി എടുക്കണം. ആദ്യം നമ്മൾ ഈർക്കിളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുകയാണ്. ഈർക്കിളി ഒടിഞ്ഞു പോവാതെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് സെല്ലോ ടാപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. സെല്ലോ ടാപ്പ് വെച്ച് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ കൂടുതലായി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇപ്പം നമുക്കത് സർക്കിൾ ഷേപ്പിലായി കിട്ടിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. അതിൽ കൂടുതലായി നിന്നിരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മളത് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ സെല്ലോ ടാപ്പ് ചുറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മളത് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നും കൂടെ ഒന്ന് സർക്കിൾ ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ അതിൻ്റെ അടിവശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവർ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം സൈഡ് വശവും കട്ട് ചെയ്ത് കൊടുത്തു. വീണ്ടും നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും നമ്മൾ 6 പീസുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിൻ്റെ അതേ വലിപ്പത്തിലുള്ള 3 പീസുകൾ കട്ട് ചെയ്തെടുക്കണം. പ്ലാസ്റ്റിക് കവർ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു പീസ് ഇതിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ രണ്ടാമത് എടുത്തിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിൽ നിന്ന് 3 പീസ് കട്ട് ചെയ്തെടുത്തു. അപ്പം നമ്മളിവിടെ 9 പീസുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൽ 3 പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കണം. 3 പീസും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമുക്കത് ഇതുപോലെ മടക്കിയെടുക്കണം. നമ്മൾ പേപ്പർ ഫാനൊക്കെ മടക്കുന്നത് പോലെയാണ് മടക്കിയെടുക്കേണ്ടത്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മളത് മടക്കിയെടുത്തു. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഈ ഒരു കമ്പിയുടെ പീസ് വെച്ചാണ് കെട്ടിക്കൊടുക്കുന്നത്. കമ്പിയുടെ പീസ് വെച്ച് നല്ലതുപോലെ ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇനി നമ്മൾ അതിൻ്റെ 2 അറ്റവും ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ 2 അറ്റവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അത് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. നമ്മൾ 3 പ്ലാസ്റ്റിക് കവറിൻ്റെ പീസുകൾ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുള്ള 3 ലെയറും ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ആക്കി എടുക്കണം. 3 ലെയറും ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് ആക്കി എടുക്കുമ്പോൾ നമുക്കതൊരു ഫ്ലവർ ആയി കിട്ടും. നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണിത്. ഇതുപോലത്തെ ഫ്ലവർ നമുക്ക് ടിഷ്യൂ പേപ്പറുകൾ വെച്ചും ചെയ്യാം. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ ഇതുപോലെ ഓരോ ലെയറും പൊക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അത് പെട്ടെന്ന് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമുക്കിവിടെ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറാണ് കൂടുതൽ കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഒരു ഫ്ലവർ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ താഴേക്ക് നിൽക്കുന്ന കമ്പി നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ 2 ഫ്ലവറും കൂടെ നമുക്കിനി ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫ്ലവർ നമുക്കിനി ചെയ്തെടുക്കാം. നമ്മളിവിടെ 3 പീസ് വെച്ചാണ് ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. 4 പീസും 5 പീസും ഒക്കെ വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കളറുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്ത് നോക്കുക. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഫ്ലവർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയുള്ള കമ്പി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുക്കാം.
വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് 3 ഫ്ലവർ ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളത് ഇതുപോലെ ഒന്ന് ചുരുക്കിയെടുക്കണം. അതിനുശേഷം നമുക്കത് ഇതുപോലെ കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെയാണ് നമ്മൾ ഒരു ഇല ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് സെല്ലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഇലകൾ തന്നെ ഒട്ടിച്ചെടുക്കണം എന്നൊന്നുമില്ല. ഇനി നമ്മളിതിൽ മുഴുവനായും വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ പീസുകളൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. നമ്മളിവിടെ എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇലകളെല്ലാം പ്ലാസ്റ്റിക് കവർ വെച്ച് തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇലകൾക്ക് പകരമായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ലീഫൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മളതിൽ മുഴുവനായും ഇതുപോലെ ചുറ്റിയെടുത്തു. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് ഇലകളാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇലകൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മളതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 ഇലകളും ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന 3 പൂക്കളും ഈ ഒരു രീതിയിലാണ് നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഫ്ലവർ ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് അടുത്ത 2 പൂക്കൾ കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന 3 പൂക്കളും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ പൂക്കൾ ഒട്ടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഓരോ പൂക്കളുടെയും നടുക്കായിട്ട് നമ്മൾ തെർമോക്കോൾ ബീഡ്സും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോവരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇനി നമുക്കിതിൽ ചുമരിൽ തൂക്കിയിടാനുള്ളത് ചെയ്തെടുക്കണം. അതും നമ്മൾ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു പീസ് വെച്ചാണ് ചെയ്തെടുക്കുന്നത്. പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളതിൽ ചുമരിൽ തൂക്കിയിടാനുള്ളതും പ്ലാസ്റ്റിക് കവർ വെച്ച് തന്നെ ചെയ്തെടുത്തു. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.